ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെതാണ്. അപ്പോൾ വീട്ടുകൂടലിൻ്റെ തലേന്ന് നമ്മൾ പോയിട്ട് എടുത്ത് ഉള്ള വീഡിയോ ആണിത്. ഇതാണ് ഫ്രണ്ട് വ്യൂ. മുകളിലൊരു ബാൽക്കണി ഉണ്ട്. നേരെ താഴത്ത് കാണുന്നത് അവരെ പൂജാ റൂമാണ്. വീട്ടിൻ്റെ പൂജാ റൂം പുറമെയാണ് ഉള്ളത്. പുറത്തുനിന്ന് കയറുന്ന ഭാഗത്തിലാണ് ആ പൂജാ റൂം. ഒരു ദേവീൻ്റെ ഇതുണ്ട് അവിടെ. മുന്നിൽ തന്നെ ഒരു മരത്തിൻ്റെ സോഫയും, ആ മരം ഫുൾ ഡിസൈനാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രാം നിവാസ് എന്നാണ് വീട്ടിൻ്റെ പേര്. ലിവിങ് റൂമിൽ കയറിയപ്പാട് ഒരു നെറ്റിപ്പട്ടത്തിൻ്റെയും ക്ലോക്കും ലൈറ്റും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ചുമര് നല്ല ഡിസൈൻ ചെയ്തിന്. ഇതിൻ്റെ നേരെ മുന്നേ തന്നെ ടി വി. മേലത്തെ ചുമര് ഇൻറ്റീരിയർ ഡിസൈൻ സിമ്പിളായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈനാണ്. ഫുൾ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു ഫാന് എന്നതാക്കിയിട്ടുണ്ട്. വൈറ്റ് തീമാണ് കൊടുത്തത്. ചുമറ്റിൻ്റെ അടുത്ത് തന്നെ ടി വി ഇതായതുകൊണ്ട് സ്റ്റാൻഡ് വേറെ തന്നെയുള്ള ചുമറ്റിൻ്റെ മേലെ തന്നെ ഇതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത്ര സ്പേസ് പോലും. സ്റ്റാൻഡിൻ്റെ അടിയിലെ പോർഷൻ കബോർഡ് ചെയ്തിന്. എല്ലാം കബോർഡാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് അവിടെ ഗണപതിൻ്റെ നല്ലൊരു ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിൻ്റെ ആ ചുമരും നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ ഈ ഡൈനിങ് ഏരിയൻ്റെ ചുമരും ഇൻറ്റീരിയർ ഡിസൈനും നല്ല അടിപൊളിയാണ്. ഒരു ചെറിയൊരു ഫാനുണ്ട്, ഹാങ്ങിങ് ലൈറ്റൊക്കെ ഉണ്ട്, ഫാൻസി ലൈറ്റ്. പിന്നെ ഓപ്പൺ കിച്ചണാണ്. ഇപ്പോഴത്തെ മോഡുലാർ കിച്ചൺ. സ്റ്റാൻഡ് താഴെ തന്നെയാണ് ഹാൻഡ് വാഷിനുള്ള സ്ഥലമുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടി വി, ഭക്ഷണം കഴിക്കുന്നിടത്ത് നമുക്ക് ടി വി കാണാനൊക്കെ പറ്റും. അവിടെ ഡൈനിങ് ഏരിയയിൽ ഇരുന്നാൽ തന്നെ. ആ വയലറ്റ് മാക്സി ഇട്ട ഒരു വീടാണിത്. ടി വി യൂണിറ്റിൻ്റെ അടിയിൽ 2 കബോർഡ് കൂടിയുണ്ട്. പിന്നെ അത് അപ്സ്റ്റെയർ. പിന്നെ ഒരു ബെഡ്റൂം താഴത്തുണ്ട്. ബെഡ്റൂമിന് ഒരു ബെഡും അറ്റാച്ച്മെൻറ്റ് ബാത്റൂമുണ്ട്. ഒരു അലമാരയും വെച്ചുള്ള സെറ്റാക്കിന്. ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ സിമ്പിൾ ഇൻറ്റീരിയർ വർക്കാണ്. ഡൈനിങ്ങിനുള്ള ഏരിയയിൽ ചെറിയ ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ എപ്പം നല്ല വെളിച്ചം ഉണ്ടാവും അവിടെ. ഇനിയുള്ള റൂം കാണിക്കുന്നത് അവരെ ഓഫീസ് വർക്കിനാക്കിയ ഒരു റൂമാണ്. അത് ഓഫീസ് ഇതായിട്ട് വരുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ചെയ്യാനൊരു ഡോറും എല്ലാം ഉണ്ട്. അത് അവർ ഓഫീസ് വർക്കിനാക്കിയ റൂമാണത്. താഴെ തന്നെ ഒരു ബെഡ്റൂമേ താഴത്തുള്ളൂ. ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് അവിടെ തന്നെ ഭക്ഷണം ആക്കിയിട്ട് കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജും ഇപ്പോഴത്തെ കബോർഡെല്ലാം ആക്കിയിട്ട് ഫുൾ സെറ്റാക്കിന്. എല്ലാം ടൈൽസ്, ചുമറ്റിനെല്ലാം ടൈൽസെല്ലാം ഒട്ടിച്ചിന്. ഇതാണ് വർക്ക് ഏരിയയിലാണ് അടുപ്പ്, ഒരു വാഷ് ഏരിയയും ബാത്റൂമും ഒക്കെ വരുന്നത്. അതൊക്കെ വോളൊക്കെ ടൈൽസ് വെച്ച് ഫിറ്റാക്കിന്. പിന്നെ അപ്സ്റ്റെയറിൽ മരത്തിൻ്റെ ഹാൻഡ് ഇതാണ് ഇതാക്കിയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ആ ഇത് ഗ്ലാസ് കൊണ്ടാണ്, ഫുൾ ഗ്ലാസ്സാണ്. അതുകൊണ്ട് നല്ല വെളിച്ചം ഉണ്ടാവും. അവിടെ ഒരു ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഫുൾ പുറത്തുനിന്നുള്ള വെളിച്ചം നേരിട്ട് അകത്തേക്ക് ഗ്ലാസ് വർക്കാണത്. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ അറ്റാച്ച്മെൻറ്റ് ബാത്റൂമും ഉള്ള ഒരു ബെഡ്റൂമും ഒന്നൊരു ബാൽക്കണിയുള്ള ബെഡ്റൂമാണ് ഉള്ളത്.
2 ബെഡ്റൂം, ഒരു ബെഡ്റൂമിന് ബാൽക്കണി എല്ലാം ഉണ്ട്. അവിടെ ഒരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെയുള്ളൊരു സെൻട്രാളും ഒരു റൂമും വരുന്നത്, അത് പാർട്ടീഷൻ ആക്കിയിട്ട് അവർ വാടകയ്ക്ക് കൊടുക്കാൻ പാകത്തിലാണ് ആക്കിയിട്ടുള്ളത്. അതിനൊരു കിച്ചണിൻ്റെ ഇതുപോലെ സെറ്റാക്കിയിട്ട് അതിനൊരു ബാത്റൂമും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടാണ് സെറ്റാക്കിയത്. ഡോറിൻ്റെ അടുക്ക് ഒരു ബാൽക്കണിയും കൂടിയുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. വീട്ടിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണിത്. ഡൈനിങ്ങിൻ്റെ സെക്ഷൻ്റെതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.